ഈ മസാജ് പാർലറിൽ തന്നെ പെരേരുടെ ആവശ്യം മുന്നേക്ക് ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ആരാ നോക്ക് അവര് വല്ലായിരിക്കും. ഹലോ, ആ അതെ ഏട്ടാ പറയും. എന്താ കോഴിക്കോടെന്ന് ഇവന്റെ നമ്പർ എങ്ങനെ കിട്ടിയ? അല്ല ഏജന്റ് അല്ല, കാരണം എന്ന് വെച്ചാൽ ഈ ജെനുവിനുള്ള കേസ് ഞങ്ങൾ എടുക്കാറുള്ളൂ. കാരണം ഇത് കളിയാക്കാൻ വിളിക്കുന്ന കേസ് ഞങ്ങൾ എടുക്കാറില്ല അല്ലേ അവരെ. ആ ഈ മസാജ് പാർലറിൽ തന്നെ പെരേരുടെ ആവശ്യം എന്താണ്? കാരണം ആ റീച്ച് അല്ലേ, റീച്ച്. എടാ റീച്ചിന്റെ പ്രശ്നം. നീ വന്നാലാണ് 10 പേര് അറിയുള്ളൂ, മനസ്സിലായില്ലേ? ആണോ? 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം 10 രൂപ എൻ്റെ പൊന്നു പക്ഷേ. കാരണം ഇവൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ നടന്മാർ വന്നേക്കാളും അവിടെ ആള് കൂടും. ആണോ? ആള് കൂടും. ആ ആണോ? ശരി, 1 രൂപയിലാണോ നീ വാങ്ങി ചെയ്യണത്? ആ നമ്മള് മറ്റേ പാർലറിലൊക്കെ 1 ലാഖൊക്കെ മേടിക്കുന്നത്. ഇക്ക ഞാൻ വേറെ കാര്യം പെട്ടെ. കാരണം ഇവൻ മാത്രമല്ല വന്നത്, ബോഡി ഗാർഡ് ഉണ്ട്, ബോഡി ഗാർഡ് ബൗൺസർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇവന് കിട്ടുന്ന പകുതി ഞങ്ങൾക്കാണ്. അയ്യോ അടിയല്ല, അടിയാണെന്ന് അവിടെ ഇറങ്ങി കാശ്. ഈ അടിയുടെ കാര്യമൊക്കെ ആരെയാ പറയണത്? അടിയല്ല കേട്ടോ, അടിയല്ല. പൈസ കാശിന്റെ കാര്യമാണ് പറഞ്ഞത്. കാശ് ഫുഡ് കിട്ടുന്നു. ഫുഡ് കിട്ടിയ പൈസ ഉണ്ടല്ലോ അല്ലേ? പൈസ ഞാൻ വെറുതെ ഒരു തമാശ. ബിരിയാണി കിട്ടുമെങ്കിൽ പിന്നെ 75,000 രൂപയ്ക്ക് തന്നെ ബിരിയാണി തന്നെയാണ്. അല്ല അങ്ങനെ എന്നാ പൊന്നേക്ക ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. റിസ്ക് എടുത്തിട്ട്. കാരണം നിങ്ങളിപ്പോ പരിപാടിക്ക് അവിടെ വിളിക്കാന്ന് വെച്ചോ. കാരണം നിങ്ങൾ വല്ല കൊട്ടേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ വിളിക്കണാണോ? അല്ല എന്റെ പൊന്നിക്ക, നിങ്ങളെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വിളിക്കണം ഞങ്ങൾ വല്ല തല്ലാനൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? എഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റും. നിങ്ങളിപ്പോൾ മസാജ് പാർലർ എന്ന് പറഞ്ഞു. ഇനി ചിലപ്പോൾ നിങ്ങളത് പറഞ്ഞ് ഞങ്ങളെ, കാരണം മസാജ് പാർലർ എന്ന് പറഞ്ഞാൽ പെരേരെ ഓടി വരും. എന്നിട്ട് ഏറ്റവും അവസാനം എന്താ പറയുക, നിങ്ങൾ വല്ല എന്തെങ്കിലും ചെയ്യാനാണെങ്കിലോ. കാരണം ഞങ്ങൾ ബോഡി ഗാർഡ് ഉണ്ട്. ഇവർ എവിടെ പോയാലും അതെ, എവിടെ പോയാലും ആൾക്കാർ ആരാധകരാ. അങ്ങനെയുള്ള വീഡിയോകളെ നിൽക്കത്തരം ചെയ്യാം, അല്ലാണ്ട് നമ്മൾക്ക് സുഖിപ്പിക്കൽ വേണ്ട. എടാ മസാജ് പാർലറാന്ന് വെച്ചാൽ നിനക്ക് പൈസ കിട്ടിയാൽ മതിയില്ലേ പെരേരെ? പൈസ കിട്ടിയാൽ മതിയില്ലേ? സുഖമല്ല പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടേക്കാ, നിങ്ങൾ കറക്റ്റ് എത്ര തരും എന്ന് പറ. ഇക്ക 20 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് എന്നാ കിട്ടണത്. ബോഡി ഗാർഡ് തന്നെ 5-10 പേരുണ്ട്. കാരണം 5-10 പേരുണ്ട്, മനസ്സിലായോ? എന്തോ? അത് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബോഡി ഗാർഡ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ള, മനസ്സിലായോ? അല്ലേ? പക്ഷെ എന്ത് പരിപാടി പറഞ്ഞ ഇക്ക, ഞാൻ പറഞ്ഞേക്ക് ഇതൊരു ഇക്ക, ഞാൻ ഒരു കാര്യം പറയാം. ലാസ്റ്റായിട്ട് ഒരു റേറ്റ് അങ്ങോട്ട് പറയാം. ഇവൻ 75 പറഞ്ഞു, ഒരു 60 രൂപയ്ക്കാണ് ചെയ്യാം. ഇക്കൊരു 60 രൂപയ്ക്കാണ് ചെയ്യാക്ക. ഞങ്ങൾ സാറിന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, ഒരു വേണ്ട സാറിന് ചെയ്യണ റേറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് 60 രൂപയാണ്. കോഴിക്കോട് അത്ര ദൂരമാണ്, റിസ്ക് എടുത്ത് തന്നെയാണ്. ആര് പറഞ്ഞു? ഇക്കടുത്ത് ആരാ പറഞ്ഞേ? ഏത് പിള്ള? ആരാ ടീച്ചറാ വരെ? ഏത് സന്തോഷ് വർക്ക്? ആരാ? ആറാട്ട് പറഞ്ഞോ? ആറാട്ട് പറയൊന്നുമില്ല. ആറാട്ട് അറിയാലോ. എന്തോ പുള്ളി അങ്ങനെ പറയോ? എങ്ങനെ? നമ്മൾ ട്രെയിനിൽ വരില്ല, നമ്മൾ പുള്ളിനെക്കാളും സെലിബ്രേറ്റ് ചെയ്യല്ലേ, നമ്മൾ കാറിനെ വരുള്ളൂ. ഇവന് ഈ കൊച്ചനുണ്ടല്ലോ, ഈ തൊട്ടപ്പുറം ഉണ്ടല്ലോ ജംഗ്ഷനിൽ, കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങാൻ പോയത് കാറിനാ പോയത്, മനസ്സിലായോ? പച്ചക്കറി വാങ്ങാൻ പോയത് കാറിനാ പോയത്. നിങ്ങൾ പറഞ്ഞാലേ എനിക്കൊരു ഇതാവുള്ള. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ പറയണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണെങ്കിൽ വരാക്ക പറ്റില്ല. എടാ ലാസ്റ്റ് പറയാം 40 രൂപ അത് കുറവില്ല.
ഇക്ക 40 രൂപ 40 രൂപ 40 രൂപ അല്ലെങ്കിൽ വെച്ചിട്ടോ ശരി ശരി 40 രൂപ 40 രൂപ ഓക്കെ ഓക്കെ ശരി എടാ 40 രൂപ കിട്ടില്ലായിരുന്നോ മതി എടാ പറഞ്ഞു ഓക്കെ നമ്മളാന്ന് വരാനേ 40 രൂപ കുടിക്കുവാ